ദിവിഷ്, ചുരൽമലക്കാരെ സംബന്ധിച്ച് കുറേ നാളുകൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷമാണുള്ളത്. അങ്ങനെ നീറുന്ന മനസ്സുമായാണ് അവർ നാട്ടിലേക്ക് വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നത്. ഇനി വോട്ട് വണ്ടികൾ ഒരുപാടെണ്ണം ഇങ്ങോട്ടേക്ക് വരാനുണ്ടെന്നത് തന്നെയാണ്. KSRTCയുടെ പ്രത്യേക ബസ്സുകളിൽ, വോട്ട് വണ്ടിയാക്കി മാറ്റിയ ബസ്സുകളിലാണ് ചുരൽമലക്കാരെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ പുറകിൽ കാണുന്ന ബൂത്തുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നത്. 2 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ അതൊക്കെ പറഞ്ഞതാണ്, അട്ടമല, ചുരൽമല ബൂത്തുകളായി തിരിച്ചുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ് എന്നതാണ്. കാരണം നേരത്തേക്ക് ഉണ്ടായതുപോലെയല്ല, ആളുകൾ വളരെ കുറച്ച് മാത്രമേ വോട്ട് ചെയ്യുന്നതിനായി വരുന്നുള്ളൂ എന്നതാണ് മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ബൂത്തുകളിലൊക്കെ പ്രത്യേകതയായി ഉള്ളത്. മണ്ഡലത്തിൽ ഇപ്പോൾ പോളിംഗ് വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 50% കഴിഞ്ഞതേ ഉള്ളൂ. നേരത്തെ നടന്ന തിരഞ്ഞെടുപ്പിൽ 2 മണിയോടുകൂടി തന്നെ 50% പിന്നിട്ടതാണ്. ഇപ്പോൾ 50.63% മാത്രമേ പോളിംഗ് എത്തിയിട്ടുള്ളൂ എന്നതാണ്. 3:10 കണക്കാണ്. അതിൽ തന്നെയും കൂടുതൽ പോളിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച നിലമ്പൂരിലൊക്കെ വളരെ പുറകിൽ മാത്രമാണ്. വണ്ടൂരിൽ 49.80, നിലമ്പൂരിൽ 48.82, ഏറനാട് കുറച്ച് മുന്നിട്ട് നിൽക്കുകയാണ്, 54.47%. തിരുവമ്പാടിയിൽ 52.65, കൽപ്പറ്റയിൽ 50.71, സുൽത്താൻ ബത്തേരിയിൽ 49.43, മാനന്തവാടി 49.51 എന്ന ഒരു കണക്കിലാണ് ഇപ്പോൾ പോളിംഗ് വന്നിട്ടുള്ളത്. മുന്നണികൾ കണക്ക് കൂട്ടിയതുപോലെയല്ല പോളിംഗ് ശതമാനം എന്നതുകൂടിയാണ്. UDF അവകാശപ്പെട്ടത് 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും മുകളിലേക്ക് ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിയുടേത് എത്തിക്കും എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുവരെ 7 ലക്ഷത്തിലധികം ആളുകൾ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നതാണ് മണ്ഡലത്തിൻ്റെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. അപ്പം ചുരൽമലയിലെ ബൂത്തുകളിലേക്ക് വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളൊക്കെ ചോദിക്കുന്നത് പുനരധിവാസത്തെ സംബന്ധിച്ചാണ്. സർക്കാർ ഏതായാലും അവർക്ക് വാടക വീടുകളിൽ കഴിയുന്നവർക്ക് അതിനുള്ള സഹായമൊക്കെ എത്തിച്ചു നൽകുന്നു എന്നത് തന്നെയാണ്. നമ്മോടൊപ്പം ഇവിടെയുള്ള മെമ്പർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, വോട്ട് വണ്ടികൾ വന്ന് പോയി, ഇനിയും വണ്ടികൾ വരാനുണ്ടല്ലോ, എന്താ ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു മന്ദിപ്പ് കാണുന്നത്? തുടക്കം മുതൽ ഇങ്ങനത്തെ ഒരു മന്ദിപ്പുണ്ട്. മറ്റേത് നമ്മൾ രാവിലെ പോളിംഗ് തുടങ്ങിയാൽ തന്നെ ഏജൻറ്റുമാർ വരാത്ത മുമ്പ് തന്നെ ഒന്ന് ആൾക്കാരോട് ക്യൂ നിൽക്കും. ആദ്യം വോട്ട് ചെയ്യുന്ന ആൾക്കെന്നൊക്കെ നമ്മളെ വാർഡുമായി ബന്ധപ്പെട്ടും ബൂത്തുമായി ബന്ധപ്പെട്ടും തൊട്ടടുത്ത ബൂത്തുമായി ബന്ധപ്പെട്ട എല്ലാവരും നമ്മളെ വിട്ടുപിരിഞ്ഞ ആൾക്കാരാണ്. അതിൻ്റെ ഒരു മാനസിക പ്രയാസം എല്ലാ ഈ മേഖലയിലുണ്ട്. കഴിഞ്ഞ ഈ സമയങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ ഒരു 60%, 58-50 മേലെ ശതമാനം പോളിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 40-49% നടക്കുന്നുള്ളൂ. എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അറിയില്ല. എല്ലാ മേഖലയും തന്നെയാണ്. ഈ 3 ബൂത്തുകളുടെയും ആ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. എങ്കിലും കുറച്ച് നമുക്ക് വൈകുന്നേരം 6 മണി വരെ സമയമുണ്ടല്ലോ, എങ്കിലും കുറേ പേര് എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. വോട്ട് വണ്ടികൾ ഇനി എത്ര 2 ബസ്സുകൾ? വോട്ട് വണ്ടി ഇവിടെ ഇന്നിപ്പോൾ 2:30 ഒരെണ്ണം കൽപ്പറ്റയിൽ വരാനുണ്ട്. അതോടൊപ്പം തന്നെ അവിടുന്ന് വേറൊരു 2:45 2 വണ്ടി വരാനുണ്ട്. ഒരു 4-4:30 ആകുമ്പോൾ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും എങ്ങനെ പോയാലും ശതമാനം വളരെ കുറവായിരിക്കും, അതിന് യാതൊരു സംശയമില്ല. വോട്ട് ചെയ്യാൻ വരുന്നവരെ മെമ്പറും കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും കാണുന്നല്ലേ? അതെ. അല്ല, നമ്മൾ ഈ ബൂത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആൾക്കാരൊക്കെ 10-70% ആൾക്കാർ പുറത്താണ് താമസിക്കുന്നത്. അവരായിട്ട് നിരന്തരം കോൺടാക്ട് ചെയ്യേണ്ടി ബന്ധപ്പെടാറുണ്ട്. എല്ലാവർക്കും ഈ പറയുന്ന ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് എല്ലാവരും നഷ്ടപ്പെട്ട ആൾക്കാരല്ല ഞങ്ങളെ പ്രദേശം. ഞങ്ങളെ ടൗണുകളില്ല, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പോളിംഗ് സ്റ്റേഷനുകളില്ല, 3 ബൂത്തുകളുണ്ട്. അങ്ങനെയൊക്കെ ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഞാൻ ഈ വോട്ട് ചെയ്യാൻ വന്ന കുറേ ആളുകളോട് ചോദിച്ചു, നിങ്ങൾ അപ്പുറത്തേക്ക് ചുരൽമലയിലേക്കും മുണ്ടക്കയിലേക്കൊക്കെ ഒന്ന് പോകുന്നുണ്ടോ എന്ന്. അപ്പോൾ ബഹുഭൂരിഭാഗം ആളുകളും അത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും നമ്മളെ അപ്പുറത്തെ സ്കൂൾ റോഡായാലും നമ്മളെ പഴയ വില്ലേജ് റോഡ്, മുണ്ടക്കൈ റോഡായാലും ആൾക്കാർ ആ പ്രദേശത്തിന് കാണണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വർഷങ്ങളോളം ജനിച്ചു വളർന്ന ആൾക്കാർ വരെ ഞങ്ങളിനി ആ പ്രദേശത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു. അത്രയും മാനസികമായിട്ട് കാർഷിക മേഖലയൊക്കെ ആയിരുന്നല്ലോ. അതൊരു വീട് അവൻ്റെ ഉള്ള ഉള്ള സമ്പാദ്യം കൊണ്ടാണ് വീടും കാര്യങ്ങളൊക്കെ വെച്ചത്. അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഒരു വേദന ആർക്കാലും ഉണ്ടാകുമല്ലോ. ഇനിയിപ്പോൾ നമുക്കൊന്നും ഇതുപോലെ ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്കൊക്കെ പ്രായാധിക്യം കൊണ്ടോ അതുപോലെ തന്നെ ആൾക്കാരൊക്കെയാണ് ഉള്ളത്. അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് തലത്തിൽ എത്രയും അടിയന്തരമായി പുനരധിവാസമായി മുന്നോട്ട് പോകണം. കർഷകർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണം. കടകൾ നഷ്ടപ്പെട്ടവർക്ക് അവൻ്റെ അതേ ആനുകൂല്യം കൊടുക്കണം. എല്ലാ മേഖലയും ഒരു പുനരധിവാസം. അതോടൊപ്പം തന്നെ ജോലി ഒരു നിർബന്ധമുള്ള ഒരു കാര്യമാണല്ലോ. ജോലി ഇല്ലാണ്ട് നമുക്കൊരു വീടോ അല്ലെങ്കിൽ ഒരു വാസ സ്ഥലം കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് പൂർണ്ണമായ ഒരു ജോലിയും കാര്യങ്ങളും വേണം. ഇനി സഹായിക്കുന്നവർക്ക് വളരെ ദുർബലമായിരിക്കും. ഉള്ള സമയത്ത് എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഈ പറയുന്ന ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനും കാട്ടി വോട്ടിംഗ് ശതമാനം വളരെ കുറവായിട്ടുള്ളത്. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. ഇനി ഒരു 2 മണിക്കൂറുണ്ടല്ലോ. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒത്തുചേരാനുള്ളൊരു വേദിയായി ശരിക്കും ഉപതെരഞ്ഞെടുപ്പ് മാറിയല്ലേ? തീർച്ചയായും അതൊരു വലിയൊരു സംഭവമാണ്. എന്നാലും നമുക്ക് ചില ആൾക്കാരോടൊക്കെ ചിരിക്കാൻ തന്നെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മളെങ്ങനെ അവരെ മുഖത്ത് നോക്കി ചിരിക്കുക, അവർ നമ്മളോട് എന്ത് പറയുക. ഒരാളെ ക്ഷേമം അന്വേഷിക്കാനോ അവരുടെ സുഖദുഃഖങ്ങൾ അന്വേഷിക്കാനോ നമുക്ക് കഴിയില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടു വരെ നമുക്കിപ്പോഴും തിരിച്ചറിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട് എല്ലാ ആൾക്കാരുടെയും. ഓക്കെ.
ും ദിവിഷ്, ചൂരൽമലയുടെ പൊതുചിത്രം ഇങ്ങനെയാണ്. വയനാട് മണ്ഡലത്തിൻ്റെ പൊതുചിത്രം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പോളിംഗ് മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെ പുറകിലാണ് ഇതുവരെ ഈ 3-10 പോളിംഗ് ശതമാനം.